ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ, ഓഫർ സെയിലുള്ള സാരീസ് ആയിരുന്നു കാണിച്ചത്. ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച എല്ലാം സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആണ്. ഇനിയും നമുക്ക് സബ്സ്ക്രൈബർ കളക്ഷനിലുള്ള കുറച്ച് സാരീസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി, ഹാൻഡ് പിക്ക് കളക്ഷൻസിനകത്തും കുറച്ച് സാരീസ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത സാരീസും ഉണ്ട്, അതുപോലെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സാരീസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു മിഷൻ എംബ്രോയിഡറി സാരി തന്നെ കാണാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുപോലെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്തൊരു സാരിയാണ്, ഫസ്റ്റ് ടൈമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡിൽ ഒരു ലാവൻഡറിൻ്റെ ഡബിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട്, അതായത് ഡാർക്ക് ലാവൻഡറും ലൈറ്റ് ലാവൻഡറും ഉള്ളൊരു കോമ്പിനേഷനിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി സാരിയാണ്. ഇത് ആക്ച്വലി നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ ഇടാനായിട്ട് കാരണം, ഈ ഒരു സാരി 5.5 മീറ്റർ സാരി ഇല്ല, ഇത് 5.25 മീറ്റർ ഈ ഒരു സാരി വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് സെയിലിനിടാതെ ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കുന്നത്. എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശത്ത് നമുക്ക് 25 സെൻറ്റിമീറ്റർ മെറ്റീരിയൽ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം വണ്ണമൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ ഇത് അത്യാവശ്യം ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ടുള്ള വലുപ്പം തന്നെ ഉണ്ട്. 5.25 മീറ്റർ സാരി എന്ന് പറയുമ്പോൾ നമ്മൾ ചില വിത്ത് ബ്ലൗസ് സാരികളൊക്കെ വരുമ്പോൾ പൊതുവെ 5.25 മീറ്റർ ഒക്കെ വരാറുണ്ട്. അല്ല, നമുക്ക് നല്ലപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണെങ്കിൽ അകത്ത് എക്സ്ട്രാ ഒരു ഫാബ്രിക് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിലൊരു മീറ്ററിൻ്റെ ആ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് സെയിൽ മീൻസ് നേരത്തെ കാണിക്കാതെ ഈ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കുന്നത്. എംബ്രോയിഡറി ഒക്കെ വളരെ ഫിനിഷിങ്ങോടുകൂടി നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഈ സാരിയുടെ പല്ലു പോർഷനിൽ ഇതുപോലത്തെ 2 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലെ ഡിസൈൻ ഈ ഒരു ഡിസൈൻ വരും, അതുപോലെ മെയിൻ എൻഡിൽ വരുമ്പോഴും ഇതുപോലൊരു ഡിസൈൻ. അങ്ങനെ 2 ഡിസൈൻസ് ഇതിൻ്റെ ആ ഒരു മെയിൻ പല്ലു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കുത്തുമ്പോൾ അകത്ത് വരുന്നിടത്തും പുറമേ കാണുന്നിടത്തും എല്ലായിടത്തും ഒരേ സൈസിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു പീച്ച് പർപ്പിൾ, ആ ഒരു ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാവുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. എന്നാൽ ഭയങ്കര ഒരു ഡാർക്കർ ടോണിലുള്ള ഒരു കോമ്പിനേഷനും അല്ല, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. നമുക്ക് റെയറായിട്ട് കിട്ടുന്ന ഒരു പീച്ച് ഷെയ്ഡ്, ഒരു സിൽക്കി കോട്ട സാരിയാണ്. നമുക്കിപ്പം പ്ലെയിൻ സാരിയിലൊന്നും അവൈലബിൾ അല്ലാത്തൊരു പീച്ച് ഷെയ്ഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 2 ഡിസൈനും കൂടിയാണ്. നമ്മുടെ ലെഫ്റ്റ് ലെഗ് പോർഷനിലും റൈറ്റ് ലെഗ് പോർഷനിലും സ്റ്റാൻഡിങ് പോസിൽ 2 ഡിസൈൻ. നമ്മൾ നോർമലി ഈ ഒരു മിഷൻ എംബ്രോയിഡറി സാരീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചെയ്യാറുള്ളത് പോലെയാണ് ഇതിനകത്തും ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോർമലി കാണുന്നതിനേക്കാൾ കൂടുതൽ 7 ഡിസൈൻസ്, നമ്മൾ നോർമലി 6 ഡിസൈൻസ് ആണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ നമ്പർ ഓഫ് ഡിസൈൻസ് ആയിട്ട് മിഷൻ എംബ്രോയിഡറിൽ എപ്പോഴും ചെയ്യുന്നത്. അതിനേക്കാളും കൂടുതലായിട്ട് 7 ഡിസൈൻസ് നമ്മൾ ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റാൻഡിങ് പോസിലുള്ള ഡിസൈൻ, അതുപോലെ 2 പല്ലൂല് 2 ഡിസൈൻ, അങ്ങനെ 4 ഡിസൈൻ, ചെസ്റ്റ് പോർഷനിൽ 3 ഡിസൈൻ, അങ്ങനെ മൊത്തം 7 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സാരിയുടെ ഈ ഒരു ലെങ്തിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സാരിക്ക് നമ്മൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് 1250 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നോർമലി നമുക്ക് ഈ ഒരു 7 ഡിസൈൻസ് ഒക്കെ വരുന്ന സാരിക്ക് 1800-700 റേഞ്ചിലോട്ടൊക്കെ പോകുന്ന ഒരു സാരിയാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു സൈസിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ഡിസ്കൗണ്ട് സെയിലിൽ ഇങ്ങനെ ഒരു ഓഫർ പ്രൈസിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷനിൽ വരുന്ന ഒരു സാരി തന്നെയാണ്. കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു എംബ്രോയിഡറി പാറ്റേൺ ഉള്ള ഒരു സാരിയാണ്. ഇതിന്റെ ഫുൾ ബോർഡറിലും ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സ് ആയിട്ട് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നമ്മൾ ഈ സാരി നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പല്ലു പോർഷനാണ് ഈ കാണിക്കുന്നത്. പല്ലു പോർഷനിൽ ഇതുപോലെ ആ ഒരു കോർണറിൽ ഇങ്ങനെ 2 ഡിസൈൻ ഇങ്ങനെ വരുന്നത് പോലെ, ബാക്കി ഒരു ഗ്യാപ്പിൽ ഫുള്ളായിട്ടും ഈ ഒരു ചെറിയ ഡിസൈൻസ് വരുന്നത് പോലെ നിറച്ചും എംബ്രോയിഡറി, അതായത് ആ സിൽക്ക് ത്രെഡ് വെച്ച് തന്നെ നിറച്ചും എംബ്രോയിഡറി ഉള്ളൊരു പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഒരു ബ്രൗണിൻ്റെ ഒരു ബ്രിക്ക് റെഡും ബ്രൗണും കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് വരുന്ന, ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ മീൻസ് കളറാണ്. ഇതിന്റെ പല്ലു ഭാഗം തന്നെ ഇതുപോലെ നിറച്ചും ഈ ഒരു ഡിസൈൻ വരുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ബോർഡറിൽ ഫുള്ളും ഡിസൈൻസ് വരുന്നത് പോലെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതുപോലെ ഇതിന്റെ ബോർഡറിൽ ഫുള്ളായിട്ടും ഈ ഒരു ഗ്യാപ്പിൽ ഡിസൈൻസ് വന്നിട്ടുണ്ട്. സെയിം സൈസിൽ വരുന്ന ചെറിയ ചെറിയ പാറ്റേൺസ് ആണ്. എന്നാലും ഉടുത്ത് വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടും എംബ്രോയിഡറി കാണാൻ പറ്റും. ഇതിനകത്തൊരു പീച്ചും സിൽവറും കോമ്പിനേഷനിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിൽവർ കളറൊക്കെ നല്ല ഷൈനിങ്ങോടെ തന്നെ നമുക്ക് ഉടുത്ത് വരുമ്പോൾ വരുന്നതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ആ ഒരു ബോഡിയിലും ഡിസൈൻ വരുന്നത്.
അതുപോലെ ഇതിനകത്ത് ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ ഡിസൈൻസ് സ്റ്റാൻഡിങ് പോസിലാണ് വരുന്നത്. ഇതുപോലെ സ്റ്റാൻഡിങ് പോസിലാണ് ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ ഡിസൈൻസ് വരുന്നത്. ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷൻ വരുമ്പോഴത്തേനും ഇതുപോലെ ആ ഒരു 3 ഡിസൈൻസ്, ഇച്ചിരി വലിയ ഡിസൈൻസ് ആയിട്ട് ആ ഒരു ഡിസൈനെ 3 എണ്ണം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ ഒരു സാരി ഡിസൈൻസ് വരുന്നത്. അപ്പം ഈ ഒരു സാരി നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് 1700 റുപ്പീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു മെഷീൻ എംബ്രോയിഡറി കോട്ടൺ ചെക്കോട്ട സാരിയാണ്. നമ്മുടെ അക്വാ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ചെക്കോട്ട സാരിയിൽ ബ്ലൂവിൻ്റെയും പിങ്കിൻ്റെയും കോമ്പിനേഷനിൽ ഫുൾ ബോർഡറിലും ഇതുപോലെ ഒരു എംബ്രോയിഡറി സ്റ്റിച്ച് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഫുൾ ബോർഡറും നമുക്ക് ഈ ഒരു പാറ്റേൺ ഡിസൈൻ അവൈലബിൾ ആണ്. 3 അതായത് കാണുന്ന ഭാഗത്ത് കുത്തുന്ന സൈഡിൽ വരുമ്പോൾ ചെസ്റ്റ് പോർഷൻ തൊട്ടും പല്ലുവിൻ്റെ എൻ പോർഷനിലും അതുപോലെ മെയിൻ എൻഡിൽ ഫുള്ളായിട്ടും വരുന്നത് പോലെ ഫുൾ ബോർഡറിലും ഡിസൈൻ വരുന്നൊരു സാരിയാണ്. ഈ ഒരു പിങ്ക് ബ്ലൂ കോമ്പിനേഷൻ ഈ ഒരു അക്വാ ഗ്രീനിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു സാരി നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന സാരി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് സിംഗിൾ പീസേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നമുക്ക് ഡിസ്കൗണ്ട് സെയിലിൽ നമ്മൾ കാണിക്കുവാണ്. അപ്പോൾ ഈ സാരിക്ക് ഇപ്പം നമ്മൾ 1100 റുപ്പീസിനാണ് ഈ ഒരു സാരി കൊടുക്കുന്നത്. ഈ ഷെയ്ഡിന്റെ ഒരു ഷെയ്ഡ് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് പീച്ചിന്റെയും ലാവൻഡറിന്റെ ഒരു കോമ്പിനേഷൻ, പീച്ചിൽ വരുമ്പോഴത്തേനും ഈ ഒരു റെഡിലാണ്, പിങ്കിന് പകരം റെഡ് ആണ് ഇതിനകത്ത് വരുന്നത്. റെഡും ലാവൻഡറും ഉള്ള കോമ്പിനേഷൻ ആണ് പീച്ച് സാരി വരുന്നത്. ഇപ്പം 2 ഷെയ്ഡ്സ് ആണ് ഈ ഒരു സാരി നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെ 2 ഷെയ്ഡ്സിൽ സെയിം പാറ്റേൺ സാരി രണ്ടും നമുക്ക് 1100 റുപ്പീസിന് ഇപ്പം സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. രണ്ടും കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ മിഷൻ എംബ്രോയിഡറി ഫുൾ ബോർഡർ വർക്ക് വരുന്ന സാരിയാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഈ 2 സാരീസും 1100 റുപ്പീസിന് നമുക്കിപ്പം ഡിസ്കൗണ്ട് സെയിലിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വീണ്ടും ഒരു മിഷൻ എംബ്രോയിഡറി സാരിയാണ്. ഇത് നമുക്ക് ഒരു പീച്ചിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്, ഒരു ഡാർക്ക് ഒരു ടൊമാറ്റോ പിങ്ക് എന്നോ അല്ലെങ്കിൽ പിങ്കിഷ് പീച്ച് എന്നോ പറയാവുന്ന ഒരു പീച്ചിൻ്റെ ഷെയ്ഡിലാണ് ഈ സാരി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ബ്ലൂവിൻ്റെ 2 കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. സ്കൈ ബ്ലൂവും നേവി ബ്ലൂവും വരുന്നൊരു പാറ്റേണിൽ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോ ഇത് വർക്ക് ചെയ്ത സമയത്ത് ഇത് കുറച്ചൊരു ചുളിവൊക്കെ ഡിസൈൻസ് എല്ലാ ഡിസൈനിലും ഇല്ല. 1-2 ഡിസൈനിൻ്റെ ഭാഗത്ത് വലിയ ഹ്യൂജ് അല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്തതല്ല. എന്നാലും നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ ഒരു ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇതിനെ ഡിസ്കൗണ്ട് സെയിലിൽ ഇടുന്നതാണ്. യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്ത സാരിയൊന്നും നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ ഡിസ്കൗണ്ട് സെയിലാണെങ്കിൽ പോലും ഇടത്തില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ അറിയായിരിക്കും, ഈ ഒരു വീഡിയോയിൽ കാണുന്ന സമയത്ത് അറിയായിരിക്കും കേട്ടോ, ഓരോ ഡിസൈനിലും ഇങ്ങനെ ചെറിയൊരു ചുളിവ് പാടുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മിഷൻ എംബ്രോയിഡറി വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് നോക്കിയൊരു സാരിയാണ്. അപ്പം അതിൻ്റെതായ ചെറിയ ഡിഫക്ട്സ് വന്നിരിക്കുന്നൊരു സാരിയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഡിസ്കൗണ്ട് സെയിലിൽ ഇടുന്നത്. ഇതിനകത്ത് പക്ഷേ നമ്മൾ നിറച്ചും എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളൊരു സാരി തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഇങ്ങനെ 3 ഡിസൈൻസ് ആണ് പല്ലു പോർഷനിൽ വരുന്നത്. നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കേണ്ട പേപ്പറിനെ കുറിച്ചൊന്നും അത്ര ഒരു അറിവില്ലാഞ്ഞത് കൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളതെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ ഇപ്പം ഒരുപാട് മിഷൻ എംബ്രോയിഡറി വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത വർക്കുകളിൽ വരുന്നൊരു സാരിയാണ്. സിൽക്കി കോട്ട മെറ്റീരിയൽ പൊതുവെ കുറച്ച് കനം കുറഞ്ഞ മെറ്റീരിയലാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം ഇതിനകത്ത് ഈ ഒരു 3 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ പാറ്റേൺ നമ്മൾ വീണ്ടും ഒത്തിരി പ്രാവശ്യം നമുക്ക് റീ ഓർഡർ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമ്മളിത് വേറെ പല മെറ്റീരിയൽസിലും വേറെ കളർ കോമ്പിനേഷനിലും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു വർക്കാണിത്. ഇതിന് നെക്സ്റ്റ് റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. 3 അല്ല 4 ഡിസൈൻസ് നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 4 ഡിസൈൻസ് ആണ് നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. തീരെ സൈസ് കുറവുള്ള ഡിസൈൻ അല്ല കേട്ടോ, കുറച്ചൊരു സൈസൊക്കെ വരുന്നതന്നെ. അത് വീഡിയോയിൽ വരുന്ന ഡിസ്റ്റർബൻസ് നമ്മുടെ ഇലക്ഷൻ ആണെന്ന് അറിയാമല്ലോ, അതിന് അനൗൺസ്മെന്റ് പുറത്തൂടെ പോകുന്നതിൻ്റെ വോയിസ് ഡിസ്റ്റർബൻസ് വരുന്ന കേട്ടോ, സോറി കേട്ടോ. ഇതിനകത്ത് ഈ ഒരു 4 ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ജസ്റ്റ് നെക്സ്റ്റിൻ്റെ ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ 4 ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ ഇതിൻ്റെ ബോട്ടം പോർഷനിലെ ഡിസൈൻ ആട്ടോ. ഇതുപോലെ 4 ഡിസൈൻസ് നമ്മളിതിൻ്റെ ബോട്ടം പോർഷനിലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്ന കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിൽ നമ്മൾ വെർട്ടിക്കലായിട്ട് വരുന്നത് പോലെയാണ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്.
ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു ബോട്ടം പോർഷനിലെ 2-3 ഡിസൈൻസിനൊക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു ചുളിവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാരി കൊടുക്കുന്നത് 1000 റുപ്പീസിന്. ഇത്രയും വർക്കുള്ള ഈ ഒരു സാരി, പിന്നെ മെറ്റീരിയൽ കോസ്റ്റിന് നമുക്ക് 585 റുപ്പീസ് വരുന്ന സിൽക്കി കോട്ട സാരിയാണ്. നമ്മൾ ഇത്രയും എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഈ ഒരു സാരി നമ്മൾ 1000 റുപ്പീസിനാണ് ഇപ്പം ഈ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണിച്ച സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. കഴിവതും വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ കോൺടാക്ട് ചെയ്യുക. കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എപ്പോഴും കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതുപോലെ ഒത്തിരി കോൾസ് വരുമ്പോഴത്തേനും നമ്മളെല്ലാവരും തിരിച്ചു വിളിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് മെസ്സേജസ് ആണെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളത് മെസ്സേജ് കേട്ട് അന്നേരം റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിവതും വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ കാണിച്ച സാരിയിൽ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് സാരിയാണ് വേണ്ടെന്നുള്ളത്. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ നമ്മുടെ എത്രാമത്തെ സാരിയാണ് അല്ലെങ്കിൽ കളർ മെൻഷൻ ചെയ്ത് ഏത് ദിവസത്തെ വീഡിയോ ആണെന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അതിൻ്റെ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാം. ഇപ്പം കൂടുതലായിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇനിയുണ്ട്. ഈ ഒരു ക്ലിയറൻസ് സെയിൽസിൽ തന്നെ നമുക്ക് ഒരു വീഡിയോയുടെ കാണിക്കാനുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് ദിവസത്തെ വീഡിയോയിൽ നമുക്ക് ആ സാരീസ് ഒക്കെ കാണിക്കാം. അതുകൂടാതെ നമ്മുടെ പുതിയ കളക്ഷൻസ് ഒരുപാട് നമുക്കിപ്പം ഒരു സബ്സ്ക്രൈബർ കളക്ഷനിലാണെങ്കിലും ഹാൻഡ് പിക്ക് കളക്ഷൻസിലാണെങ്കിലും ഒക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോസ് ഒക്കെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ്.